ഇന്നത്തെ എവിക്ഷൻ ശരിക്കും ഒരു വെറൈറ്റി തന്നെയായിരുന്നു. എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്ന പോലെ തന്നെയായിരുന്നു എവിക്ഷൻ പ്രക്രിയ. നോമിനേഷൻ ലിസ്റ്റിലുള്ള എല്ലാവരോടും ബിഗ് ബോസ് ഗാർഡൻ ഏരിയയിലേക്ക് ചെന്നു നിൽക്കുവാൻ പറഞ്ഞു. വിധിപ്പെട്ടിയിൽ നിന്ന് ഓരോ കോയിൻ എടുത്ത് അതിന്റെ ബാക്കിൽ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് സേവ് ആയത്, ആരാണ് എവിക്റ്റഡ് ആയത് എന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. സേവ് ആയവരെ മാലയിട്ടുകൊണ്ട് പാട്ടിനനുസരിച്ച് നൃത്തം വെച്ചുകൊണ്ട് അവരെ വീട്ടിലോട്ടേക്ക് ആനയിച്ച് കൊണ്ടുപോവുക എന്നതായിരുന്നു ലാലേട്ടൻ പറയുന്ന വ്യക്തി ചെയ്യേണ്ടിയിരുന്ന കടമ. അനുമോളെയായിരുന്നു ആദ്യം സെലക്ട് ചെയ്തിരുന്നത്. അനുമോൾ ചെന്ന് ആദ്യത്തെ കോയിൻ എടുത്ത് സ്ക്രാച്ച് ചെയ്തപ്പോൾ ആര്യൻ സേവ്ഡ് എന്ന് കാണിച്ചു. അപ്പോൾ ഒരു മാലയെടുത്ത് അനുമോൾ മറ്റുള്ളവരുടെ മുന്നിലെല്ലാം പോയി മാലയിടുന്നത് പോലെ കാണിച്ച് അവരെ ഒന്ന് പ്രാങ്ക് ചെയ്തു. എന്നതിന് ശേഷം ആര്യന്റെ കഴുത്തിൽ മാലയിട്ടുകൊണ്ട് പാട്ടിനനുസരിച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് ഇരുവരും അകത്തേക്ക് ചെന്നു. മാലയിടാൻ വന്ന അനുമോളെ നോക്കി ആര്യൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇവളെ കല്യാണം കഴിക്കേണ്ട എന്ന്. എങ്കിലും ആര്യൻ വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നീട് അനീഷിന്റെ ഊഴമായിരുന്നു. അനീഷ് ചെന്ന് മറ്റൊരു കോയിൻ എടുത്തപ്പോൾ അതിൽ ഷാനവാസ് സേവ്ഡ് എന്നായിരുന്നു കാണിച്ചിരുന്നത്. അനീഷും ഒട്ടും മടിക്കാതെ മറ്റുള്ളവരുടെ മുന്നിലെല്ലാം പോയി മാലയിടുന്നത് പോലെ കാണിച്ചു. അവസാനം അനീഷിന്റെ ഉറ്റ സുഹൃത്തായ ഷാനവാസിന്റെ കഴുത്തിൽ മാല ചാർത്തിക്കൊണ്ട് കെട്ടിപ്പിടിച്ചു. പിന്നെ ബിഗ് ബോസ് നൽകിയ പാട്ടിനനുസരിച്ച് നൃത്തം വെച്ചുകൊണ്ട് അവരും അകത്തേക്ക് ചെന്നു. ബാക്കിയുണ്ടായിരുന്നത് സാബുമാൻ, റന ഫാത്തിമ, ആദില, ലക്ഷ്മി എന്നിവരായിരുന്നു. അതിൽ അടുത്തത് ജിഷിനായിരുന്നു കോയിൻ എടുക്കുവാൻ വേണ്ടി വന്നിരുന്നത്. കോയിൻ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാബുമാൻ ആയിരുന്നു അതിൽ സേവ് ആയിരുന്നത്. ജിഷിൻ മറ്റുള്ളവരെക്കാളും സമയമെടുത്തുകൊണ്ടായിരുന്നു സാബുമാൻ്റെ അടുത്തേക്ക് ചെന്നെത്തിയത്. അതിനു മുന്നേ ഓരോരുത്തരുടെ മുന്നിലും പിന്നിലുമായി നിന്നുകൊണ്ട് ഓരോ ആക്ഷൻ കാണിച്ച് മാലയിടുന്നത് പോലെ കാണിച്ചു. ലാസ്റ്റ് സാബുമാൻ്റെ കഴുത്തിലേക്ക് അങ്ങ് മാലയിട്ടു. സാബുമാന് പോലും അത് വിശ്വസിക്കാനായില്ല താൻ സേവ് ആയതെന്ന്. പിന്നെ ഒരു അടിപൊളി പാട്ടും കൂടിയായപ്പോൾ സാബുമാൻ അവിടെ നൃത്തം കൊണ്ട് ആറാടുകയായിരുന്നു. അങ്ങനെ സാബുമാനെ കൂട്ടി ജിഷിൻ വീടിനകത്തേക്ക് ചെന്നു. ഇനി ബാക്കിയുള്ളത് ലക്ഷ്മിയും ആദിലയും റന ഫാത്തിമയും മാത്രമായിരുന്നു. അടുത്തതായി അഭിലാഷ് ആയിരുന്നു വന്നിരുന്നത്. അഭിലാഷ് എടുത്ത കോയിനിൽ ആദില സേവ്ഡ് എന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്. അഭിലാഷും മറ്റുള്ളവരുടെ പോലെ ഓരോരുത്തരുടെ അടുത്തായി ചെന്നെത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ മാല പിന്നിൽ നിന്ന് ഇടാമെന്ന്. അങ്ങനെ ആദിലയുടെ കഴുത്തിലേക്ക് അങ്ങ് അഭിലാഷ് മാലയിട്ടു. അപ്പോൾ ആദിലയുടെ മുഖമൊന്ന് കാണണമായിരുന്നു. ഇത് കണ്ട് അകത്ത് നിന്ന് നൂറ ഓടിയെത്തി. കാരണം നൂറ അത്രയും നേരം പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു ആദില സേവ് ആവുകാൻ വേണ്ടി. ആദില നന്നായി ടെൻഷൻ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നൂറയുടെ കൂടെ അനുമോളും ഗാർഡൻ ഏരിയയിലേക്ക് ചെന്നു. പിന്നെ ആദിലയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിരുന്നു കണ്ടത്. അടുത്ത ഊഴം അക്ബറിനായിരുന്നു. അക്ബർ വന്ന് 2 കോയിനും എടുത്ത് സ്ക്രാച്ച് ചെയ്തു. അതിൽ ലക്ഷ്മി സേവ്ഡ് എന്നും റന ഫാത്തിമ എവിക്റ്റഡ് എന്നായിരുന്നു കാണിച്ചിരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ അക്ബർ വല്ലാതെ ഷോക്ക്ഡായി. എന്നിട്ട് റനയുടെയും ലക്ഷ്മിയുടെ അടുത്തും ചെന്ന്, നിങ്ങൾ ഇതിൽ ഏത് വിധിയാണെങ്കിലും ഓക്കെ അല്ലേ, എല്ലാം കൊണ്ടും മൈൻഡ് സെറ്റല്ലേ എന്നെല്ലാം ചോദിച്ചതിന് ശേഷം അക്ബർ മാലയെടുത്ത് ലക്ഷ്മിയുടെ കഴുത്തിലേക്ക് ഇട്ടു. അവസാനം റന ഫാത്തിമ 50ാമത്തെ എപ്പിസോഡിൽ നിന്ന് എവിക്റ്റായിരിക്കുന്നു.